അത് നമ്മുടെ ആഭ്യന്തര കുറ്റവാളി അല്ലേ? അതെന്ത് പടം, എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കണേ? നല്ല സൂപ്പർ ഗംഭീരമായിട്ടുള്ള ഫാമിലി മൂവിയാണ് നമ്മുടെ ആസിഫ് ഖാന്റെ മൂവി. പിന്നെ എന്താണ് പറയാനുള്ളത്, നല്ല കോമഡി. നല്ലൊരു മൂവിയാണ് അത്. നല്ലോണം കോമഡി ഒക്കെ നല്ലോണം വർക്ക്. എന്താണ് അങ്ങനെ അങ്ങനെ അങ്ങനെയില്ല, നല്ലൊരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുള്ള നല്ലൊരു മൂവി. പക്ഷെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു നല്ല മൂവിയാണത്. കാരണം അശോകന്റെ ഒക്കെ കോമഡി നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡി മൂവിയാണത്. എന്നുവെച്ചത് കല്യാണം കഴിക്കണ ഒരു കല്യാണത്തിന് സ്റ്റേജ് മണ്ഡപത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു നമുക്ക് ഇഷ്ടപ്പെടും, കാണുമ്പോ ഇഷ്ടപ്പെടും, പിന്നെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണത്. എനിക്കിനി വൈകുന്നേരം ഒരു ടിക്കറ്റും കൂടി എടുക്കാം, ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു നമുക്ക് ഇപ്പൊ നടക്കുന്ന സാഹചര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതും അതേപോലെ ഡിവോഴ്സും നമ്മുടെ ഈ കല്യാണത്തിന്റെ ഇതിലൊക്കെ നടക്കുന്ന വൈഫിന്റെ ഒരു പെണ്ണ് കെട്ടാൻ പോകുന്ന ഒരു ഇതിലൊക്കെ ഇപ്പോഴത്തെ ഇതിൽ നടക്കുന്നില്ലേ, അതുപോലത്തെ ഒരു സാഹചര്യങ്ങളാണ് ഈ മൂവിയിൽ ഇതിൽ പറയുന്നത്. അത്രക്കും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ്. റേറ്റിംഗ് എന്താ കൊടുത്ത ഒരു 50 കോടി നമുക്ക് കൊടുക്കാം. 50 കോടി 100 കോടി നമുക്ക് കൊടുക്കാൻ പറ്റും റേറ്റിംഗ്. അത്രക്കും സൂപ്പർ പടമല്ലേ ഇതിന് റേറ്റിംഗ്. പിന്നെ 100 കോടി 50 കോടി 200 കോടി കൊടുക്കാൻ പോകും. ഇതിന് കോടികൾ കൊടുക്കാൻ പറ്റില്ല, പിന്നെ ആർക്കാണ് ഏത് സിനിമക്കാണ് നമ്മൾ കോടി കൊടുക്കണത്? അത്രക്കും സൂപ്പർ പടമല്ലേ നമ്മുടെ ആസിഫൊക്കെ പൊളിച്ചിട്ടുണ്ട്. നായിക അങ്ങനെയില്ല അതിനകത്ത്. ആസിഫിക്ക എന്ന് വെച്ചാൽ നായികയായിട്ടാണല്ലോ ഇത് വന്നത്, കല്യാണവും ഇതൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ നായികക്കും ഉണ്ട്, അത് എല്ലാവർക്കും ഇതിനകത്ത് നല്ല ഇതുണ്ട്. ശോഭൻ ചേട്ടനൊക്കെയാണ് നല്ല ഒരു ഇത് വന്നത്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, അവരൊക്കെ കോമഡി